വെൽക്കം സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ ഇൻസേർഷനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റ്, അതുപോലെ തന്നെ ട്രവേഴ്സൽ എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്താണ്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലേക്ക് നോക്കിയത്. അപ്പോൾ ആ സെയിം പ്രസൻറ്റേഷനിൽ തന്നെയാണ് ഞാനിവിടെ ഇൻസേർഷൻ്റെ ഇതും നിങ്ങളുടെ മുമ്പിൽ ഐഡിയ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയതുപോലെ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നോട്ട്സിൻ്റെ കളക്ഷനാണ്. ഈ നോട്ട്സിൽ രണ്ട് ഭാഗമുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ഒന്നാമത്തെ ഭാഗത്തെ ഡാറ്റ പാർട്ട്, അല്ലെങ്കിൽ അവിടെയാണ് നമ്മൾ വാല്യൂവിനെ സ്റ്റോർ ചെയ്യുന്നത്. രണ്ടാമത്തെ ഭാഗത്ത് പോയിന്റർ പാർട്ട്. ഈ പോയിന്ററാണ് അടുത്ത നോഡിൻ്റെ മെമ്മറി ലൊക്കേഷനെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ പോയിന്റർ പാർട്ട് അടുത്ത നോഡിൻ്റെ മെമ്മറിയിലേക്ക് പോയിന്റ് ചെയ്യണം. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇവിടെ ഞാൻ പറഞ്ഞു വാല്യൂ ഉണ്ട്, അതിനെ നമ്മൾ ഡാറ്റ പാർട്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പോയിന്റർ പാർട്ട് അല്ലെങ്കിൽ റെഫറൻസ് അല്ലെ ലിങ്ക് എന്ന് പറയുന്നു. ഈ ലിങ്ക് അടുത്ത നോഡിലേക്കുള്ള ആ കണക്ഷനെ സാധ്യമാക്കുന്നു. ഇനി ഏറ്റവും ലാസ്റ്റ് നോഡ് വരുമ്പോൾ ലാസ്റ്റ് നോഡിൻ്റെ പോയിന്റർ പാർട്ടിന് നള്ളെന്ന് പറയുന്ന ഒരു പോയിന്ററാണ്. അത് നള്ളെന്ന് പറയുന്ന ലൊക്കേഷനിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. അതായത് വെറുതെ ഏതെങ്കിലും ഒരു ഗാർബേജിലേക്ക് പോയിന്റ് ചെയ്യാതെ നൾ വാല്യൂലേക്ക് പോയിന്റ് ചെയ്തില്ലെങ്കിൽ അതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആവും. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ലാസ്റ്റ് പോയിന്ററിനെ നമ്മൾ നൾ ലൊക്കേഷനിലേക്ക് പോയിന്റ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് പോയിന്റർ എന്ന് പറയുന്ന ഒരു പോയിന്ററിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ പോയിന്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പോയിന്റർ വെച്ചാണ് നമ്മൾ ഈ ഒന്നാമത്തെ നോഡ് അല്ലെങ്കിൽ ഹെഡ് നോഡ് എന്ന് പറയുന്ന നോഡിലേക്ക് നമ്മൾ എൻട്രി ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. സ്റ്റാർട്ട് പോയിന്ററിന്റെ സഹായത്തോടെയാണ് നമ്മൾ ഒന്നാമത്തെ നോഡിലേക്ക് പോകുന്നത്. ഇനി ഒരു നോഡ് നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് മുമ്പുള്ള നോഡിനെ നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ അത് കഴിഞ്ഞുള്ള നോഡിനെ, എവിടെയാണോ നമുക്ക് പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്യേണ്ടത് അതിന് മുമ്പുള്ള നോഡിനെ, അത് കഴിഞ്ഞുള്ള നോഡിനെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ നോഡിന് മുമ്പ് ഒരു നോഡില്ല. ഫസ്റ്റ് നോഡ് ഹാസ് നോ പ്രീഡിസസർ. അപ്പം അതിന് മുമ്പ് ഒരു പ്രീ നോഡില്ല. അതുപോലെ തന്നെ ലാസ്റ്റ് നോഡിന് കഴിഞ്ഞ് വേറെ ഒരു സക്സസറും ഇല്ല. അപ്പം അത് കഴിഞ്ഞ് ഒരു നോഡ് ഇല്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇടയ്ക്കാണ് ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ ആ നോഡിന് ശേഷമുള്ള നോഡിനെ നമ്മൾ പോസ്റ്റ് നോഡ് എന്ന് പറയും. അതിന് മുമ്പുള്ള നോഡിനെ നമ്മൾ പ്രീ നോഡെന്ന് പറയും. അപ്പം നമ്മൾ പോയിന്റേഴ്സിന്റെ സഹായത്തോടെയാണ് C++ൽ ഡൈനാമിക് അലോക്കേഷൻ കാണിക്കുന്നത്. ഈ പോയിന്റേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡൈനാമിക് ആയിട്ടുള്ള അലോക്കേഷൻ നടത്താൻ പറ്റത്തുള്ളൂ. അപ്പം ഇവിടെ നമുക്കൊന്ന് നോക്കാം. 2ന്റെയും 3ന്റെ ഇടയ്ക്ക് പുതിയൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്യണം. അപ്പം 2 എന്ന് പറയുന്ന പ്രീ നോഡാണ്, 3 എന്ന് പറയുന്നത് പോസ്റ്റ് നോഡാണ്. പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന നോഡ് ഈ 2.5 എന്ന് പറയുന്ന വാല്യൂ അല്ലെ ഡാറ്റ ഉള്ള നോഡാണ്. അപ്പം ഏത് പുതിയ നോഡ് വരുമ്പോഴും അതിൻ്റെ പോയിന്റർ എപ്പോഴും നള്ളിലേക്കായിരിക്കും നമ്മൾ പോയിന്റ് ചെയ്യുന്നത്. അപ്പം ഇത് 2 ആണ് അതിന് മുമ്പുള്ള നോഡ്. അപ്പം അതിനെ നമുക്ക് പ്രീ നോഡെന്ന് പറയാൻ പറ്റും. അതുപോലെ 3 എന്ന് പറയുന്ന പോസ്റ്റ് നോഡ്, അതായത് 2.5 എന്ന് പറയുന്ന പുതിയ വാല്യൂ വരുന്ന നോഡിനെ ഇത് രണ്ടിൻ്റെ ഇടയ്ക്കാണ്. അപ്പം 2 എന്ന് പറയുന്ന പ്രീ നോഡും 3 എന്ന് പറയുന്ന പോസ്റ്റ് നോഡും ആണ്. ഇനിയും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 2ന്റെ പോയിന്റർ 3 എന്ന് പറയുന്ന നോഡിന്റെ ഇതിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ റെഫറൻസിനെ അല്ലെങ്കിൽ ഈ പോയിന്ററിനെ ഇങ്ങോട്ട് പോയിന്റ് ചെയ്യിപ്പിക്കണം. ഇത് ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുന്ന പോലെ ഇവിടെ നള്ളാണ്
ഇതിൻ്റെ പോയിന്റർ ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നത്. ആ നള്ളിലേക്ക് പോയിന്റ് ചെയ്യുന്നത് ഇവിടെ മാറ്റിയിട്ട് അതിനെ പുതിയ നോഡിൻ്റെ പോയിന്ററിനെ 3ലേക്ക് പോയിന്റ് ചെയ്യിപ്പിക്കണം. അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇൻസേർഷൻ പൂർണ്ണമായിട്ട് വരത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചു എന്താണ് ഇൻസേർഷൻ എന്നുള്ളത്. പ്ലേസിങ് എ ന്യൂ നോഡ് ആണ്. അപ്പം നമുക്ക് ഇതൊരു ചെറിയ പ്രോഗ്രാമിൻ്റെ സഹായത്തോടെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമിലെ പോലെ തന്നെ ഇവിടെയും ഒരു ചെറിയ ക്ലാസ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിൽ 2 മെമ്പേഴ്സാണ്. ഒന്ന് ഡാറ്റ പാർട്ട്, 2 പോയിന്ററാണ്, ഇന്റേണൽ പോയിന്റർ നെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് 2-3 രീതിയിൽ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാനൊന്ന് പറഞ്ഞു. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പുതിയ നോഡിനെ നമുക്ക് വേണമെങ്കിൽ ഹെഡ്, അതായത് ഒന്നാമത്തെ ലൊക്കേഷനിൽ നമുക്ക് പുതിയൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ലാസ്റ്റ് പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അതും അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീനിലും ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് ദ ലിങ്ക്ഡ് ലിസ്റ്റ് എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ള. അപ്പം നമ്മളൊരു ഫംഗ്ഷൻ ഇവിടെ എഴുതാൻ പോവാണ്, void push. അതിൽ ഈ ഹെഡ് റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ലിങ്ക്ഡ് ലിസ്റ്റിന്, ഹെഡ് ഓഫ് ദ ലിസ്റ്റിനെ കാണിക്കാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ അതിനകത്തൊരു വാല്യൂവിനെ കൊണ്ടുവരാൻ വേണ്ടിയാണ് new_data എന്ന് പറയുന്ന പാരാമീറ്ററിനെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ ഒരു പുതിയ നോഡിനെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മൾ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ആ നോഡിനെ ആദ്യം എംപ്റ്റി ആണ്. അത് കഴിഞ്ഞ് അതിനകത്ത് ഡാറ്റ പാർട്ടിലൊരു വാല്യൂവിനെ നമ്മൾ കൊടുക്കുന്നു. അതിൻ്റെ പോയിന്ററിനെ നള്ളിലേക്കും പോയിന്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മളിവിടെ ആദ്യം ചെയ്യുന്ന അതാണ്. ആദ്യം നോഡിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നു. പുതിയൊരു നോഡിനെ നമ്മൾ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള നോഡിനെ ഇവിടെ അലോക്കേറ്റ് ചെയ്യുന്നു. എ ന്യൂ നോഡ് ഈസ് ക്രിയേറ്റഡ് ആൻഡ് അഡ്രസ് ഈസ് സ്റ്റോർഡ് ഇൻ ടെമ്പ്. അപ്പം അതാണ് നമ്മൾ ഇവിടെ ആദ്യം എഴുതിയേക്കുന്നത്. ഓക്കെ, ഈ എഴുതിയേക്കുന്നതിൻ്റെ അർത്ഥം അതാണ്. ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വാല്യൂവിനെ ഡാറ്റ പാർട്ടിലേക്ക് കൊടുക്കുന്നതാണ് കാണുന്നത്. അപ്പം ഇവിടെ ഡാറ്റ പാർട്ട് എന്ന് പറയുന്ന ഈ ബ്ലൂ പാർട്ടാണ്. അവിടെ നമ്മൾ 48 എന്ന് പറയുന്ന ഒരു വാല്യൂവിനെ ഇൻസേർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം അതിനുള്ള കോഡാണ് ഈ എഴുതിയേക്കുന്നത്. ഇനി മൂന്നാമത് ചെയ്തേക്കുന്നത് നോക്കുക, നമ്മൾ ആദ്യമാണ് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പം ആദ്യമായിട്ട് ഇവിടെ ഇതാണിപ്പോൾ ഹെഡ് നോഡെന്ന് പറയുന്നത്. അപ്പം അതിന് പകരമായിട്ട് പുതിയൊരു നോഡിനെ ഈ സ്റ്റാർട്ടിൻ്റെയും ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവരുവാണെങ്കിൽ അതിനു വേണ്ടിയുള്ള കോഡാണ് നമ്മൾ ഈ എഴുതിയേക്കുന്നത്. ഇനിയും ലാസ്റ്റ് ഭാഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പുതിയ നോഡ് ഇവിടെ വന്നു കഴിയുമ്പോൾ, അതായത് ഈ 2000 എന്ന് പറയുന്ന ഈ വാല്യൂവിനെ മാറ്റിയിട്ട് സ്റ്റാർട്ടിനകത്ത് ആ പുതിയ നോഡ് ഇവിടെ വരുവാണെങ്കിൽ അതിനെ ഇവിടെ നമുക്ക് സ്റ്റോർ ചെയ്യണം. അതാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒന്നാമത്തെ ലൊക്കേഷനിൽ പോയിന്റ് ചെയ്യുന്നതിനുള്ള ഒരു ഫംഗ്ഷനാണ് എഴുതിയേക്കുന്നത്. ഇനി നമ്മൾ ഇടയ്ക്കാണ് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിനൊരു ഫംഗ്ഷൻ നമ്മൾ എഴുതുവാണ്, void insert after. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവിടെ നോക്കാം. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പുതിയതായിട്ടൊരു നോഡിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. അതിനകത്ത് 48. അപ്പോൾ അത് 2ൻ്റെയും 3ൻ്റെയും ഇടയ്ക്കാണ് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ റിക്വസിറ്റ്സ് ആണ് വേണ്ടതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യം പ്രീവിയസ് നോഡ് നള്ളാണോ എന്ന് ചെക്ക് ചെയ്യും. പ്രീവിയസ് നോഡ് നള്ളാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ലാസ്റ്റിലാണ് കൊണ്ട് ഇൻസേർട്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പം നള്ളാണെങ്കിൽ അതിന് 2 അർത്ഥമുണ്ട്.
ഒന്നുകിൽ അത് എം ടി ആണെന്നുള്ള ഒരു രീതിയിലും വരാം. ഓക്കെ, അങ്ങനെ രണ്ട് ഇത് വരാം. അപ്പം അതിൻ്റെ അർത്ഥം നമുക്ക് സ്പേസ് ഇല്ലാന്നും വരാം. ഓക്കെ, അപ്പം അങ്ങനെ ഒരു അർത്ഥം അവിടെ വരുന്നുണ്ട്. ഇനി നമ്മളിപ്പോൾ ഇൻ ബിറ്റ്വീനിലാണ് ഇൻസേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുക. അപ്പം നമ്മൾ ഇത് ആദ്യം ചെക്ക് ചെയ്യണം. ലാസ്റ്റ് കൊണ്ടാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് അത് കഴിഞ്ഞല്ല ഇൻസേർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെക്ക് കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇനി നമ്മൾ രണ്ട് ഐറ്റംസിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇത് ലാസ്റ്റ് പോയിന്റ് നോഡാണ് എപ്പോഴും നമ്മൾ നള്ളിലേക്ക് പോയിന്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഇത് കഴിഞ്ഞൊരിക്കലും നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പാടില്ല, ഇൻ ബിറ്റ്വീനിൽ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ ഇതാണ്. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ ഫംഗ്ഷനിൽ എഴുതിയ പോലെ പുതിയൊരു നോഡിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അതിനകത്തേക്ക് ഡാറ്റയെ ഇൻസേർട്ട് ചെയ്യുന്നു. അങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് നോഡിനെ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ആ പ്രീവിയസ് നോഡിൻ്റെ പോയിന്ററിനെ നമ്മുടെ പുതിയ നോഡിലേക്ക് കണക്ഷൻ കൊടുക്കുന്നു. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ പുതിയ പടം, ഇവിടെ നമ്മളിങ്ങനെ ഈ പോയിന്ററിനെ എടുത്ത്, നേരത്തെ ഇങ്ങോട്ടായിരുന്നു പോയിന്റ് ചെയ്യുന്നത്, അതെടുത്ത് പുതിയ പോയിന്ററിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ലാസ്റ്റ് കൊണ്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. ഇവിടെയാണ് ഇത് കഴിഞ്ഞ് പുതിയൊരു വാല്യൂവിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിന് ഞാനൊരു വീണ്ടും ഒരു ഫംഗ്ഷൻ എഴുതിയേക്കാണ്, വോയിഡ് അപ്പൻഡ്. വീണ്ടും നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് പുതിയൊരു നോഡിനെ അലോക്കേറ്റ് ചെയ്യുന്നു. ഇനി ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ലാസ്റ്റ് ഉള്ളത് ഇവിടെ നിങ്ങൾ നോക്കണം. അതായത് നമ്മൾ പ്രീവിയസ് നോഡിൽ പുതിയ നോഡിനെ പുതിയ പോയിന്ററിൽ ഇത് ചെയ്ത പോലെ തന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്നു. അതായത് ഇതിന് മുമ്പുള്ള പോയിന്ററിനെ ലാസ്റ്റ് ഏതായിരുന്നു നോഡ്, അത് നള്ളായിരുന്നു, അതിൻ്റെ പല നള്ളെന്നുള്ള മാറ്റിയിട്ട് നമ്മുടെ പുതിയ നോഡിൻ്റെ ഇതിലേക്ക് അതിനെ നമ്മൾ റെഫർ ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, ആ പുതിയ നോഡിനകത്ത് ഡാറ്റയെ ഇൻസേർട്ട് ചെയ്യുന്നു. ഇനി നമ്മുടെ പുതിയ നോഡിൻ്റെ പോയിന്ററിനെ നള്ളിലേക്ക് നമ്മൾ റെഫർ ചെയ്യുന്നു. ഇനി അതിനകത്ത് ഒരു ചെക്ക് കണ്ടീഷൻ കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇത് എം ടി ആയിരുന്നെങ്കിൽ ആ പുതിയതായിട്ട് വരുന്നത് ഹെഡ്, അതായത് ഫസ്റ്റ് നോഡായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ട്രവേഴ്സലിൻ്റെ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്. ലാസ്റ്റ് നോഡ് വരെ പോയി അതിനെ ഡിസ്പ്ലേ ചെയ്യാനുള്ള കണ്ടീഷനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റ് നെക്സ്റ്റ്, അതായത് നമ്മൾ നമ്മുടെ പോയിന്ററിനെ ലാസ്റ്റ് ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്നു. അതായത് ഇത് ലാസ്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ട്രവേഴ്സൽ, അതായത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇൻസേർഷൻ സക്സസ് ആണെന്ന് കാണണമെങ്കിൽ നമുക്ക് അതിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യാൻ ഞാൻ ഇവിടെ വീണ്ടും ഒരു ഫംഗ്ഷൻ എഴുതിയേക്കാണ്. നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമിലും ഇതേ കോഡ് തന്നെയാണ് എഴുതിയിരുന്നത് ട്രവേഴ്സലിൽ. അപ്പോൾ ഇവിടെ നള്ളായി കഴിഞ്ഞാൽ പിന്നെ ഡിസ്പ്ലേ ചെയ്യരുത്. അപ്പം നോട്ട് ഈക്വൽ ടു നൾ, നോട്ട് ഈക്വൽ ടു നള്ള്, അതിനകത്ത് നമ്മുടെ ഡാറ്റ പാർട്ടിലെ വാല്യൂവിനെ മാത്രം ഡിസ്പ്ലേ ചെയ്യാനാണ് സി ഔട്ട് കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ പോയിന്റർ വെച്ച് അടുത്ത ലിങ്കിൻ്റെ ഡാറ്റ പാർട്ടിലേക്ക് പോയിന്റ് ചെയ്യിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ മെയിൻ ഫംഗ്ഷനിലേക്ക് വരുന്നു. ആദ്യം ഒരു എം ടി ലിസ്റ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, എന്നിട്ട് അത് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇനി ഓരോ വാല്യൂവിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നോക്കണം, നമ്മൾ ലാസ്റ്റ് വാല്യൂവിനെയാണ് ആദ്യം ഇവിടെ ഇൻസേർട്ട് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് സെക്കൻഡ് ലാസ്റ്റ് വാല്യൂവിനെ ഇൻസേർട്ട് ചെയ്തു. ഇനി നമ്മൾ 1 എന്ന് പറയുന്ന വാല്യൂവിനെ ഇപ്പോൾ ഹെഡ് നോഡിൽ കൊടുത്തു. ഇപ്പോൾ 7 ആണ് ഹെഡ്. ആദ്യം 6 എന്ന് പറയുന്നത് ഹെഡ് നോഡായിരുന്നു, ഫസ്റ്റ് നോഡായിരുന്നു. അത് കഴിഞ്ഞ് 7നെ നമ്മൾ ഫസ്റ്റ് നോഡാക്കി, അത് കഴിഞ്ഞ് 1നെ ഫസ്റ്റ് നോഡാക്കി. ഇനി നിങ്ങൾക്ക് കാണാം മൂന്നാമത്തെ കേസിൽ ഇപ്പം 1 ഫസ്റ്റ് നോഡായി. ഇനി നാലാമത്തെ കേസ് നോക്കുക. നാലാമത്തെ കേസിൽ നമ്മൾ ലാസ്റ്റ് നോഡിൽ കൊണ്ടുപോയി 4നെ ഇൻസേർട്ട് ചെയ്യുന്നു. അതിനുള്ള കോഡാണ് നമ്മൾ അപ്പൻഡ് വെച്ച് എഴുതിയേക്കുന്നത്. ഓക്കെ, ഇനി
നമ്മൾ ചെയ്യുന്നത് നോക്കുക, 7നും 6നും ഇടയ്ക്ക് പുതിയൊരു വാല്യൂവിനെ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ഇൻസേർട്ട് ആഫ്റ്റർ എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ച് നമ്മൾ ചെയ്യുന്നു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പ്രിന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഇത് വെച്ച് ഡിസ്പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ ഇത്രയാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. 3 ഫംഗ്ഷനെ വെച്ച് 3 രീതിയിലുള്ള ഇൻസേർഷനാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഒന്ന് പുഷ് വെച്ച് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് നമ്മൾ ബിഗിനിങ് വെച്ച് ചെയ്തേക്കാണ്. ഇവിടെ നോക്കുക, പുഷ് വെച്ച് ഇവിടെ ആദ്യം ചെയ്തേക്കുന്നത് ലാസ്റ്റ് കൊണ്ട് ഇൻസേർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് പുഷ് വെച്ച് നമ്മൾ ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്തു. വീണ്ടും പുഷ് വെച്ച് ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്തു. പിന്നെ വീണ്ടും നമ്മൾ അപ്പൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ച് ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഇൻസേർട്ട് ആഫ്റ്റർ എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ച് ഇൻ ബിറ്റ്വീനിലും ഇൻസേർട്ട് ചെയ്തു. അപ്പം നമ്മൾ എല്ലാ കേസുകളും ഇവിടെ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, നമുക്കപ്പോൾ ഇനി പ്രോഗ്രാം ഒന്ന് കമ്പൈൽ ചെയ്യാം, ഇനി ബിൽഡ് ചെയ്യാം. ഇനി നമുക്ക് അതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒന്നാമത്തെ ആദ്യം ചെയ്തേക്കുന്നത് നമ്മൾ എം ടി ആണ്. അപ്പോൾ അത് എം ടി ആണെന്നുള്ള മെസ്സേജ് വന്നു. ഇനി അത് കഴിഞ്ഞ് നമ്മൾ അപ്പൻഡ് ചെയ്തു. അപ്പൻഡ് ചെയ്തപ്പോൾ 6 എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ 6 ആണ് ഇപ്പം തൽക്കാലം ഹെഡായിട്ട് വന്നേക്കുന്നത്. അത് കഴിഞ്ഞ് 7നെ ഒന്നാമത്തെ ലൊക്കേഷനിൽ കൊണ്ടുവന്നു. അപ്പോൾ 6 ലാസ്റ്റ് നോഡായിട്ട് മാറുന്നത് കാണാം. അത് കഴിഞ്ഞ് 1നെ നമ്മൾ ഇവിടെ ഒന്നുകൂടെ കാണിക്കാം. നമ്മൾ 1നെ ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പം 1നെ ഇൻസേർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് നോഡിൽ ഹെഡ് നോഡിലേക്ക് 1നെ കൊണ്ടുവന്നു. ഇനി അത് കഴിഞ്ഞ് നമ്മൾ അപ്പൻഡ് വെച്ച് ലാസ്റ്റ് 4നെ ഇൻസേർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടെ 4നെ ഇൻസേർട്ട് ചെയ്തു. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇൻസേർട്ട് ആഫ്റ്റർ എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ച് 7നെയും 6ന്റെ ഇടയ്ക്ക് 8നെ ഇൻസേർട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പം നമ്മൾ 3 കേസ് സിനാരിയോസും നമ്മളിവിടെ ചെയ്ത് കണ്ടതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഏറ്റവും ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്തു, അത് കഴിഞ്ഞ് ഫസ്റ്റ് ഹെഡ് നോഡിൽ കൊണ്ടുപോയി 2 പ്രാവശ്യം നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ആദ്യം 7നെ കൊണ്ടുവന്നു, അത് കഴിഞ്ഞ് 1നെ കൊണ്ടുവന്നു. പിന്നെ ഇൻ ബിറ്റ്വീനിലുള്ള ഇൻസേർഷൻ നമ്മൾ ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പം 3 രീതിയിലുള്ള ഇൻസേർഷൻ ലിങ്ക്ഡ് ലിസ്റ്റിൽ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ കൂടെ കാണിക്കുവാൻ സാധിച്ചു. അപ്പോൾ എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഇൻസേർഷൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.